ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ച് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി അഫ്ഗാനിസ്ഥാന് പണി കിട്ടിയിരിക്കുകയാണ്. അവർക്കിനി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിലെത്താൻ സാധ്യത കുറവാണ്. ഇന്ന് കളി കഴിഞ്ഞ് റാഷിദ് ഖാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് അഫ്ഗാനിസ്ഥാൻ 50 ഓവറിൽ 273 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയ 12 ഓവറിൽ തന്നെ 190 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കളി കഴിഞ്ഞ് റാഷിദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സെമിയിൽ എത്തണമായിരുന്നു. ഈ മാച്ച് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് സെമിയിലെത്താൻ സാധിക്കില്ല. അതിലാണ് എനിക്ക് വിഷമം. പക്ഷേ ഞങ്ങൾ മികച്ച കളി ഇപ്രാവശ്യം പുറത്തെടുത്തു. അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ല കളി ആവർത്തിക്കും. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നേടാൻ കൂടുതൽ സാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. അവർ നേടണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയെ പോലെ മികച്ചൊരു ടീമിനെ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നത് ഇന്ത്യയാണ്. ഇന്ന് ഓസീസുമായിട്ട് പൊരുതി കളിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പദ്ധതി. പക്ഷേ മഴ വില്ലനായിരിക്കുകയാണ്. ബൗളിങ്ങിൽ ഞങ്ങൾ കളി തിരിച്ചു പിടിച്ചേനെ. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. എങ്കിലും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് റാഷിദ് ഖാൻ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ പുറത്തായ മട്ടാണ്. ഇനി അവർക്ക് കളികളില്ല. അവർക്കാണെങ്കിൽ ഇന്നത്തെ മാച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ മഴ വില്ലനായി. ഇനി സൗത്ത് ആഫ്രിക്ക കയറാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത മാച്ച് സൗത്ത് ആഫ്രിക്ക തോറ്റാലും അവർ തന്നെയായിരിക്കും കയറാൻ പോകുന്നത്. ഇപ്രാവശ്യം അഫ്ഗാൻ സെമിയിൽ കയറണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ മികച്ച കളിയായിരുന്നു അഫ്ഗാൻ പുറത്തെടുത്തത്. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഇങ്ങനെ പണി കിട്ടുമെന്ന് ആരും കരുതിയില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാൻ തുടങ്ങിയ ടീമുകൾ പുറത്തായിരിക്കുകയാണ്. എങ്കിലും ഇംഗ്ലണ്ട് ടീമിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ സന്തോഷവും. അടുത്ത പ്രാവശ്യം അവർ ഇതിനേക്കാൾ മികച്ച കളി പുറത്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.